പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, പറഞ്ഞൊക്കെ തന്നെ ഉള്ളൂ. ബാക്കി നമുക്ക് വീണ്ടും പറയാം. നിലമ്പൂർ ജില്ലാ ആശുപത്രി വൈദ്യപരിശോധന. സമീർ ബിൻ കരീം നമ്മളോട് ചെയ്യുന്നു. സമീർ, അറസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ സ്വാഭാവിക നടപടിക്രമങ്ങൾ, വൈദ്യപരിശോധന, പിന്നീട് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കൽ. ഇപ്പോൾ ആശുപത്രിയിൽ പി.വി. അൻവർ എം.എൽ.എ എത്തിച്ചിരിക്കുന്നത് മനസ്സിലാക്കുന്നു. എന്താണ്, ഏതെങ്കിലും രീതിയിൽ നമ്മോട് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും വീട്ടിൽ നിന്ന് പ്രതികരിച്ചിരുന്നു? ഈ മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും വിമർശനം ഉന്നയിച്ചിരുന്നു. പോലീസ് വേട്ടയാണെന്നും ഭരണകൂട ഭീകരതയാണെന്നും രീതിയിൽ ആ അറസ്റ്റിനെ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചിട്ടുണ്ടോ? ഇനി എന്താണ് അടുത്ത നടപടിക്രമം? സുഹൈല്, നിലവിൽ വൈദ്യപരിശോധനയ്ക്കായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പി.വി. അൻവറിനെ എത്തിച്ചിരിക്കുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. വൈദ്യപരിശോധന ആരംഭിക്കുകയാണ്. പി.വി. അൻവർ അതിനായി ഡോക്ടർ പരിശോധന നടത്തുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അല്പസമയം മുന്നെയാണ് ഈ ആശുപത്രിയിലേക്ക് പി.വി. അൻവറിനെ എത്തിച്ചിരിക്കുന്നത്. സ്വാഭാവികമായ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ചോദിച്ചപ്പോൾ ഒന്നും തന്നെ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞതായിരുന്നു പി.വി. അൻവർ വ്യക്തമാക്കിയത്. ഇതിനുശേഷമായിരിക്കും ഇനി മജിസ്ട്രേറ്റ് മുന്നിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും നിലവിൽ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ച് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വൈദ്യപരിശോധനയും പുരോഗമിക്കുകയാണ്. ഏതായാലും സ്വാഭാവികമായും വൈദ്യപരിശോധന ഏതാനും കുറച്ച് സമയം തന്നെ വൈദ്യപരിശോധന ഉണ്ടാകുമെന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഇതിനുശേഷമായിരിക്കും മജിസ്ട്രേറ്റ് മുന്നിലേക്ക് പി.വി. അൻവറിനെ കൊണ്ടുപോവുക. അല്പസമയം മുന്നെയാണ് പി.വി. അൻവറിന്റെ ഒതായിലെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ട് നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതിന് പി.വി. അൻവർ അതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും സഹകരിക്കുകയും ചെയ്തു. എന്നാൽ വലിയ പോലീസ് സന്നാഹം അല്ലെങ്കിൽ കാര്യമായ പോലീസ് സന്നാഹം തന്നെ നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ പരിസരത്ത് ഉണ്ടായിരുന്നില്ല. നിലവിൽ പി.വി. അൻവറിന്റെ പ്രവർത്തകരും ഈ ഭാഗത്തേക്കില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് ഇവിടുത്തെ നടപടിക്രമങ്ങളും വലിയ വേഗത്തിൽ തന്നെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ വൈദ്യപരിശോധനയെ പൂർത്തിയാക്കാനാകുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം പി.വി. അൻവറിനെ മജിസ്ട്രേറ്റ് മുൻപിലേക്കായിരിക്കും ഹാജരാക്കാനായി കൊണ്ടുപോവുക. ഏതായാലും അല്പസമയം മുന്നെയാണ് പി.വി. അൻവറിനെ ഒതായിലെ വീട്ടിലെത്തി അവിടെ വളഞ്ഞുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് നിലവിൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ വനം വകുപ്പ് ഓഫീസ് പ്രതിഷേധത്തിനിടെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ അറസ്റ്റ് നടപടിയിലേക്ക് ഈ പോലീസ് കടന്നത്. DFO ഓഫീസ് ആക്രമിച്ച നടപടിയിലാണ്, പൊതുമുതൽ നശിപ്പിച്ച നടപടിയിലാണ് നിലവിൽ, അല്ലെങ്കിൽ ആ കേസിലാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ ഗൂഢാലോചന കുറ്റം, അതോടൊപ്പം തന്നെ പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് നിലവിൽ ജനകീയ പ്രതിഷേധങ്ങൾ ഏറെ കണ്ട നാടാണ്. ആ നാട്ടിലാണ് ഒരു യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധം ഉയരുന്നത്. പ്രതിഷേധത്തിൽ ഉണ്ടായ ഒരു നടപടിക്രമങ്ങളിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു DFO മാർച്ചിലേക്കുള്ള ഒരു അതിക്രമിച്ചുകയറൽ, അവിടെ പൂട്ടുപൊളിക്കൽ, പി.വി. അൻവർ എം.എൽ.എയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിലായതുകൊണ്ട് സ്വാഭാവികമായി ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിനെതിരെ കേസുകൾ ഒരുപാടുണ്ട്. സംഘം ചേർന്ന് അതിക്രമിക്കൽ, ഒപ്പം പൊതുമുതൽ നശിപ്പിക്കൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അങ്ങനെ സ്വാഭാവികമായ ഒരു ജനപ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന എല്ലാ വകുപ്പുകളും ചേർത്ത് ഒരു കേസെടുക്കുന്നു. പക്ഷേ ഇതിലും അറസ്റ്റിലും അസ്വാഭാവികത പറയാനില്ലെങ്കിലും എടുത്ത സമയമടക്കം വലിയ നാടകീയത ഈ വിഷയത്തിൽ ഉണ്ടാക്കുന്നു. ഉച്ചയ്ക്ക് കേസെടുക്കുന്നു. ഉച്ച മുതൽ നിലമ്പൂരിൽ സജീവമായ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സജീവമായി ഉണ്ടായിരുന്ന പി.വി. അൻവർ എം.എൽ.എ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി, അവിടെ ഉണ്ടായ ഒരു സംഘർഷത്തിന്റെ ഭാഗമായി എടുത്ത കേസാണെങ്കിലും തന്റെ അറസ്റ്റിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാനാണ് ഇപ്പോൾ പി.വി. അൻവർ എം.എൽ.എ ശ്രമിക്കുന്നത്. താൻ ഒരു ഇടവേളയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു വേള CPM നിന്ന്, സർക്കാരിൽ നിന്ന് കളം മാറി ചവിട്ടുകയും CPM-ന്റെയും സർക്കാരിനെയും കടുത്ത വിമർശകനായി മാറുകയും ചെയ്തതിന് പിന്നാലെ തന്നോടുള്ള പക വീട്ടലടക്കം, അതായത് ഭരണകൂട ഭീകരത എന്ന റാങ്കിലേക്ക് തന്റെ അറസ്റ്റിനെ വ്യാഖ്യാനിക്കുകയാണ് പി.വി. അൻവർ എം.എൽ.എ. അതിനപ്പുറത്തേക്ക് പി.വി. അൻവർ എം.എൽ.എ ഈയിടെ നടത്തിവരുന്ന ഒരു ജനകീയ യാത്രയുണ്ട്. വനം വന്യമൃഗ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ട് നടത്തുന്ന യാത്ര, ആ യാത്രയുമായി ബന്ധപ്പെടുത്തിയും തന്റെ അറസ്റ്റിനെ വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ ആരും സംസാരിക്കാനില്ലാത്ത മലയോര കർഷകർക്ക് വേണ്ടി താൻ സംസാരിക്കുന്നു. ആ സംസാരിക്കുന്ന വൈരാഗ്യം കൂടി തന്റെ അറസ്റ്റിലേക്ക് എത്തുന്ന രീതിയിലൊക്കെ രാഷ്ട്രീയമായ മാനങ്ങൾ പി.വി. അൻവർ എം.എൽ.എ തന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്നു എന്നതും ഏറെ ശ്രദ്ധേയമായി കാണേണ്ട കാര്യമാണ്. നാളെ കോൺഗ്രസിന്റെ അടക്കം നേതാക്കളിൽ എന്ത് പ്രതികരിക്കും? ഈ പോലീസ് വേട്ട, ഭരണകൂട ഭീകരത എന്ന പി.വി. അൻവർ എം.എൽ.എയുടെ ആരോപണത്തോട് യോജിച്ച് നിൽക്കുമോ? പ്രത്യേകിച്ച് രാഷ്ട്രീയ അഭയം തേടി നടക്കുന്ന പി.വി. അൻവർ എം.എൽ.എക്ക് UDF-ലേക്കുള്ള ഒരു പ്രവേശം ഈ അറസ്റ്റ് മുഖേന ഉണ്ടാകുമെന്ന കാര്യങ്ങളെല്ലാം കണ്ടറിയേണ്ടത്. എന്തായാലും നിലവിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത, അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ സ്വാഭാവിക നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ഇപ്പോൾ വൈദ്യപരിശോധന നടത്തുകയാണ്. ഇതിന് പിന്നാലെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കും. പി.വി. അൻവർ എം.എൽ.എക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ ജാമ്യമില്ലാ വകുപ്പാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും റിമാൻഡ് അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമുണ്ടാകുക. നിലവിൽ ചുമത്തിയ വകുപ്പുകൾ അനുസരിച്ചാണെങ്കിൽ റിമാൻഡിനടക്കം സാധ്യതയുണ്ട്. ഇപ്പോൾ സമീർ ബിൻ കരീം ചെയ്യുന്നു. സമീർ, വൈദ്യപരിശോധന പൂർത്തിയായോ? എന്താണ് വിശദാംശം?
നിലവിൽ വൈദ്യപരിശോധന പുരോഗമിക്കുകയാണ്. വൈദ്യപരിശോധനയ്ക്കായി ഡോക്ടർ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ പരിശോധന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് ഈ വൈദ്യപരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുന്നെയാണ് PV അൻവറിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്കായി എത്തിച്ചത് വൈദ്യപരിശോധനയ്ക്കായി. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാവുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ വൈദ്യപരിശോധനയും പൂർത്തിയാക്കി PV അൻവറിനുമായി ഇവിടെ നിന്ന് മജിസ്ട്രേറ്റിന് മുൻപിലേക്ക് ഹാജരാക്കാനായി കൊണ്ടുപോകുമെന്നതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. നിലവിൽ PV അൻവറിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഗൂഢാലോചന കുറ്റം, അതോടൊപ്പം തന്നെ പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് നിലവിൽ PV അൻവറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. PV അൻവർ ഉൾപ്പെടെ 11ഓളം പ്രതികളാണ് ഈ കേസിൽ ഉണ്ടായിരുന്നത്. PV അൻവർ കേസിൽ ഒന്നാം പ്രതിയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ അതിവേഗത്തിൽ തന്നെ പോലീസ് വൈകുന്നേരത്തോടുകൂടി നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ ആദിവാസി യുവാവായിരിക്കുന്ന ഈ മണിയെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ വലിയ പ്രതിഷേധത്തിനാണ് ഇന്ന് രാവിലെ നിലമ്പൂർ സാക്ഷ്യം വഹിക്കുകയും ചെയ്തത്. ഏതായാലും ഒരു ജീവൻ കൂടി സംസ്ഥാനത്ത് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടു കൂടിയാണ് ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് കളമൊരുങ്ങിയതെന്നാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. സാധാരണഗതിയിൽ കാട്ടാനാക്രമണമൊക്കെ തന്നെ നിലമ്പൂരിന്റെ ഭാഗത്തുണ്ടായിരുന്നെങ്കിലും ഈ അടുത്ത സമയങ്ങളിലൊന്നും തന്നെ ഒരു മരണം ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഏറ്റവും കുറെ കാലയളവിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മരണം ഒരു കാട്ടാനയുടെ ആക്രമണത്തിൽ, വന്യജീവി ആക്രമണത്തിൽ ഉണ്ടാവുന്നത്. സ്വാഭാവികമായി അതിനെതിരെ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ PV അൻവർ സ്ഥലം MLA കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം സ്വാഭാവികമായിട്ട് MLAയുടെ നേതൃത്വത്തിൽ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് നിലമ്പൂരിൽ ഇത്തരത്തിൽ പ്രതിഷേധം DF ഓഫീസിലേക്ക് PV അൻവറിന്റെ DMK നടത്തുന്നത്. അങ്ങനെ ആദ്യം ഈ DF ഓഫീസിന്റെ മുൻഭാഗത്ത് ഒരു പ്രതിഷേധ ധർണയുമായി പ്രവർത്തകർ ഇരിക്കുകയായിരുന്നു. പിന്നാലെയാണ് പ്രവർത്തകർ ഈ ഞായറാഴ്ചയായിട്ട് കൂടി അടച്ചിട്ട ഓഫീസിന്റെ വാതിൽ ചവിട്ടി പൊളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയും ഒപ്പം തന്നെ ഈ ഫർണിച്ചറുകൾ ഉൾപ്പെടെ നശിപ്പിക്കുന്ന ഒരു സമരത്തിലേക്കും കടന്നത്. അതിന് പിന്നാലെ നിലമ്പൂർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. എന്നാൽ PV അൻവർ ഇതുമായി ബന്ധപ്പെട്ട ഒരു സൂചനയും ലഭിച്ചില്ല. മാത്രമല്ല ഒരു അറസ്റ്റിനെ കുറിച്ചോ അതല്ലെങ്കിൽ തന്നെ ഇത്തരം ഒരു നീക്കം നടത്തുന്നുണ്ടോന്നോ PV അൻവർ അറിഞ്ഞിരുന്നില്ല. ഏറ്റവും ഒടുവിൽ PV അൻവറിന്റെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഈ അറസ്റ്റിനെ കുറിച്ച് PV അൻവർ അറിയുന്നത്. അങ്ങനെ വലിയ 3 ബസ്സിലോളം വരുന്ന ബസ്സിലും അതോടൊപ്പം തന്നെ മറ്റു വാഹനങ്ങളുമായി പോലീസിന്റെ വലിയൊരു സംഘം തന്നെ PV അൻവറിന്റെ ഒതായിലെ വീട് വളയുകയായിരുന്നു. വീടിന്റെ 3 ഗേറ്റുകളും പോലീസ് സംഘം വളഞ്ഞു. വീടിന്റെ മുൻഭാഗത്തും പോലീസ് നിലയുറപ്പിച്ചു. ഒരു പ്രവർത്തകരെയും വീടിന്റെ ഉൾഭാഗത്തേക്ക് കയറ്റാൻ പോലീസ് തയ്യാറായില്ല. എന്നാൽ വീടിന്റെ ഉൾഭാഗത്തേക്ക് പോലീസ് കയറിയിരുന്നില്ല. പോലീസ് പൂർണ്ണമായും വീടിന്റെ സിറ്റൗട്ടിന്റെ ഭാഗത്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഏറെ നേരം PV അൻവറിൻ്റെതായ കാര്യങ്ങളിലായി ഏതാണ്ട് 1.5 മണിക്കൂറോളം വീടിനകത്ത് സമയം ചിലവഴിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ മാധ്യമങ്ങളൊക്കെ തന്നെ എത്തി. മാധ്യമങ്ങളോട് PV അൻവർ ഏറെ നേരം പ്രതികരിച്ചു. അങ്ങനെ സംസാരിക്കുന്നതിനൊടുവിലാണ് PV അൻവറിനെ ഈ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഏറെ നേരം സംസാരിച്ചതിന് ശേഷം മാധ്യമങ്ങൾ സംസാരിക്കുന്നത് തടഞ്ഞുകൊണ്ട് പോലീസ് ഈ അറസ്റ്റ് നടപടിയിലേക്ക് കടന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ PV അൻവറും അറസ്റ്റുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയും പൂർണ്ണമായും സഹകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായും നിലവിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് ഹാജരാക്കും. PV അൻവറിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം. ജാമ്യം ലഭിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും ജയിലിനകത്തേക്ക് പോകും. അങ്ങനെയെങ്കിൽ PV അൻവർ പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ അത് സ്വാഭാവികമായും അത് രാഷ്ട്രീയമായി PV അൻവർ ആയുധമാക്കും. PV അൻവർ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അത് സർക്കാരിനെതിരെ PV അൻവർ കാര്യമായി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമവും നടക്കും. അത്